ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെയാട്ടോ ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ട് അതിൽ ബേസ് കോട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ അത് റീയൂസ് ചെയ്യാനായിട്ട് 2 കോട്ട് പെയിൻറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു കേട്ടോ. നമ്മൾ ഓൾറെഡി കുറേ ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ് ബോട്ടിലാർട്ട്സൊക്കെ ഞാൻ വീണ്ടും ഇതുപോലെ ഒന്ന് റീയൂസ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് നമ്മൾ ഫിംഗർ ടിപ്പ് ഇതുപോലെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിൽ ഇതുപോലെ ഒരു റൗണ്ടായിട്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഒരുപാട് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഫിംഗർ പ്രിൻറ്റിങ് വേണമെന്നില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് ആ ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ കാണുന്ന രീതിയിലൊന്ന് വരച്ചെടുത്താൽ മതി. നമ്മൾ ഫിംഗർ പെയിൻറ്റിംഗ് ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിലായിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ക്രിസ്മസ് റീത്താണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ക്രിസ്മസ് റീത്തിൻ്റെ റൗണ്ട് വരച്ചെടുത്തു. പിന്നെ ഞാനിത് ഇതുപോലെ ആ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ചെരിച്ചിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ആ റീത്തിൽ ലീവ്സ് വെക്കുമല്ലോ, അപ്പോൾ അങ്ങനെ നമ്മൾ ചുറ്റും ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തും വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഡിറക്ഷനായിട്ട് നമ്മൾ ആ ഒരു റീത്തിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. റീത്തിൽ ഇങ്ങനെ ലീവ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ കുറേ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ നമുക്കൊന്നിങ്ങനെ കിട്ടാനായിട്ടുണ്ട്. ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടൊന്നും വേണമെന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ആ ഒരു റീത്തിൻ്റെ അതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒന്നും കൂടെ വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കറക്റ്റ് ഒരു റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫിംഗർ പെയിൻറ്റിങ് കൊണ്ട് ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ ആദ്യം ആ ഒരു ലീവ്സ് പോലെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളിങ്ങനെ അകത്തോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ആദ്യം വരച്ചതിനേക്കാളും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു രണ്ടാമത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലെ സൈസിനനുസരിച്ച് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 ക്രിസ്മസ് റീത്താണ് വരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പെയിൻറ്റ് ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ ഫിംഗർ പെയിൻറ്റിംഗ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള 3 ക്രിസ്മസ് റീത്താണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ക്രിസ്മസ് ചെറീസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രിംസൺ റെഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഫിംഗർ ടിപ്പ് ആ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ക്രിസ്മസ് ചെറി പോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 എണ്ണമായിട്ടും പിന്നെ അതുപോലെ ഇടയ്ക്കൊക്കെ ഓരോന്നായിട്ടൊന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ചെറീസും കൂടെ വരച്ചെടുത്തപ്പോൾ നല്ല കളർഫുള്ളായിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ക്രിസ്മസ് റീത്തിന് ഒരു ബോ പോലെ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാനിത് ഇതുപോലെ ഫിംഗർ ടിപ്പ് ആ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ടൊന്ന് ബോ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് 2 സൈഡിലോട്ടും ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ കുറച്ച് വീതി കുറച്ച് അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, കാരണം നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ ഫിംഗർ പിന്നിങ് കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ചിങ്ങനെ വീതി കൂടിയും കുറഞ്ഞൊക്കെ വരും. എന്നാലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെ ഞാൻ 3 റീത്തിന് ഇതുപോലെ ബോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളറ് അല്ലെങ്കിൽ യെല്ലോ കളറൊക്കെ വെച്ചിട്ട് ബോ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ ഫിംഗർ പെയിൻറ്റിംഗ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള 3 ക്രിസ്മസ് റീത്താണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു ചെറീസും ബോയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ ഡെക്കറേഷൻസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് ബ്രൗൺ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഫിംഗർ ടിപ്പിൽ പെയിൻറ്റ് ആക്കിയിട്ട് നന്നായിട്ട് കുറച്ചൊരു ഓവൽ ഷേപ്പിൽ വരുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. ഇനി ആ ബ്രൗൺ കളർ പെയിൻറ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ, എന്നിട്ട് ബാക്കി ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞാനിവിടെ റെഡ് കളർ പെയിൻറ്റ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ ഒരു നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ഫിംഗർ പെയിൻറ്റിംഗ് ആയിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ ജസ്റ്റ് അങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ആ ബ്രൗൺ കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പൈൻ കോണിൻ്റെ ഡിസൈൻ ചെയ്യാനാണ്. അപ്പോൾ ഡ്രൈ ആവുന്ന ഒരു സമയത്തേക്ക് ഞാൻ അതിലേക്ക് വേണ്ട ലീവ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റിങ് കൊണ്ട് ഗ്രീൻ കളർ വെച്ച് ചെയ്ത് കൊടുത്തു. പക്ഷേ അത്രക്കൊരു ഭംഗി തോന്നില്ല, കാരണം പൈൻ്റെ ലീവ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര തിന്നായിട്ട് ഇങ്ങനെ നൂല് പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ലീവ്സ് ആണല്ലോ. അപ്പോൾ അത് ഫിംഗർ പെയിൻറ്റിങ് കൊണ്ട് ചെയ്തിട്ട് അത്രക്കൊരു ഭംഗിയില്ല. പിന്നെ ഞാൻ തിന്നായിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്രൗൺ ആയിട്ട് ആ ഒരു സ്റ്റെമ്മ് പോലെ അങ്ങനെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഇതുപോലെ ഗ്രീൻ വെച്ചിട്ടൊന്ന് ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഫിംഗർ പ്രിൻറ്റിംഗ് ആയിട്ട് ചെയ്യണമെന്ന് തന്നെ ഉണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 ടൈപ്പിലും ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തിന്നായിട്ടുള്ള ലീവ്സും അല്ലാതെ നമ്മൾ ലീവ്സായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് ആ ഒരു പൈൻ കോണിൻ്റെ ലീവ്സിൻ്റെ ഒക്കെ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആ ഒരു തിന്നായിട്ട് ഇങ്ങനെ വരച്ചിട്ടുള്ളതാണ് ഭംഗിയും തോന്നുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഒന്ന് ഇങ്ങനെ വരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ കുറച്ചുകൂടി ഡെക്കറേഷൻസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് പെയിൻറ്റിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് റൗണ്ടായിട്ടുള്ള ഡോട്ട് വേണ്ട, കുറച്ച്
ഹാഫ് സർക്കിൾ ആയിട്ടുള്ള ടൈപ്പിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം പെയിൻറ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പോഴേ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടുള്ളൂ. ക്രിസ്മസ് ടൈമിലുള്ള ഒരു പൈൻ കൊണ്ട് മേലേക്ക് ഇങ്ങനെ മഞ്ഞൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആ ഒരു വൈറ്റ് കളർ വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ മെറ്റാലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളർ. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ബോ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഗോൾഡൻ കളർ ബോയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ക്രിസ്മസ് ബെൽസ് പോലെ സിമ്പിളായിട്ടൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ 3D ഔട്ട്ലൈനർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുത്താൽ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലുണ്ടാവും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പെയിൻറ്റ് വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ചും കൂടെ ബെൽസോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ഈ ലൈറ്റുകൾ പോലെ പിന്നെ ബീഡ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെയൊക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗോൾഡൻ കളറും സിൽവർ കളറൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ ആ ഒരു റീത്തിലേക്കും പിന്നെ അതുപോലെ കോണ്ട മേലെയൊക്കെ ഒന്ന് ഗോൾഡൻ കളർ വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ ബാക്കി ഭാഗത്തൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കില്ലേ, അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്നോയുടെ ഒരു എഫക്റ്റ് ആ ഒരു ബോട്ടിലിൽ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ ഫിംഗർ പെയിൻറ്റിംഗ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു കളർഫുള്ളായിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അല്ലേ. ഈസി ആയിട്ട് തന്നെ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമ്മൾ ഒരുപാട് ക്രിസ്മസ് ബോട്ടിലായിട്ടും ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.